റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ചട്ടലംഘനം നടന്നുവെന്ന് പരാതി. 148 കോളേജുകൾ ബാലറ്റ് പേപ്പർ അച്ചടിയിൽ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇലക്ഷൻ പരിഹാര സെല്ലിന്റെ പരാതി. വിജയിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ 30 കോളേജുകൾ ഇതുവരെ സർവകലാശാലയിൽ നൽകിയിട്ടില്ല. ഒരാഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ പ്രിൻസിപ്പൽമാർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇലക്ഷൻ പരാതി പരിഹാര സെല്ലിന്റെ മുന്നറിയിപ്പ്. സുനോജ് തോമസ് വിവരങ്ങളുമായി. സുനോജ്, ഇപ്പോൾ ഈ ഇലക്ഷൻ പരാതി പരിഹാര സെല്ല് എന്തൊക്കെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. UDSF ആണ് വിജയിച്ചത്. സാധാരണ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ യൂണിവേഴ്സിറ്റിയിൽ ഹാജരാക്കണമെന്നാണ് ചട്ടം. പക്ഷേ ആ ചട്ടം 7 മാസത്തിന് ശേഷം വിവിധ കോളേജുകൾ പാലിച്ചിട്ടില്ല. ഇതുവരെ 30 കോളേജുകൾ ഒരു രേഖയും യൂണിവേഴ്സിറ്റിക്ക് നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് പരാതി പരിഹാര സെല്ല് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിലവിൽ ഈ രേഖകൾ കൈമാറിയ 145ഓളം കോളേജുകൾ അവർ നൽകിയ രേഖകൾ പരിശോധിച്ചപ്പോൾ അവർ ബാലറ്റ് പേപ്പർ തയ്യാറാക്കിയതും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് രേഖകൾ കൈമാറിയ 53% കോളേജുകളിലും ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ബാലറ്റ് പേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, 30ഓളം കോളേജുകളിൽ ബാലറ്റ് പേപ്പർ പോലും തയ്യാറാക്കാതെ എതിരില്ലാത്ത സ്ഥാനാർത്ഥികൾ വിജയിച്ചതായും ഈ തെരഞ്ഞെടുപ്പ് പരാതി പരിഹാര സെല്ല് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തെ സമയമാണ് പ്രിൻസിപ്പൽമാർക്ക് ഈ പരാതി പരിഹാര സെല്ല് നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും യൂണിവേഴ്സിറ്റിയിൽ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ കോളേജ് പ്രിൻസിപ്പൽമാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ ബാലറ്റ് പേപ്പർ തയ്യാറാക്കിയും ബന്ധപ്പെട്ട ഒരു വിദഗ്ധ പരിശോധന നടത്താനും കാലിക്കറ്റ് സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. സ്മൃതി, ശരി. സുനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.